നിങ്ങളും പോകണം. ഇനി നിങ്ങൾക്ക് ഈ റിസോർട്ടിൽ റൂമില്ല. അടുത്ത ബുക്കിംഗ് എടുത്തു കഴിഞ്ഞു. അവരുടനെ എത്തും. താൻ ആരാ ഇതൊക്കെ പറയാൻ? ഞാൻ ഇവിടുത്തെ മാനേജരാ. ഇറങ്ങി തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എടാ, കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. എനിക്ക് ഈ മാന്യതയൊക്കെ ഉള്ളൂ. ഞാൻ ആരാണെന്നറിയോ നിനക്ക്? നിന്നെ നിന്റെ മുതലാളി വിലയ്ക്ക് വാങ്ങാനുള്ള പണം എന്റെ ഉണ്ട്. ഇനി ഈ റിസോർട്ട് നിന്റെ മുതലാളിക്കുള്ളതല്ല, എന്റേതാ, ഈ വിക്രമിന്റേത്. എതിർക്കാൻ നിക്കല്ലേ. ഇവൻ ഉണ്ടാക്കുന്ന എഗ്രിമെന്റിൽ ഒപ്പുവെച്ചാ മാത്രം മതി. എതിർത്ത ഈ റിസോർട്ടിൽ തന്നെ വെള്ള പുതപ്പിച്ച് കിടത്തും ഞാൻ. ഇങ്ങോട്ടാ. ഇപ്പൊ തന്നെ ഇവന്റെ മുതലാളിയെ വിളിക്കണം. അയാൾ ചോദിക്കുന്നതിൽ 5 ലക്ഷം അധികം കൊടുത്ത് റിസോർട്ട് എഴുതി വാങ്ങാനുള്ള നടപടികൾ ചെയ്തിരിക്കണം. സർ, ഇഷ്യൂ ഒന്നും ഉണ്ടാക്കരുത്. സാറൊന്നും വിചാരിക്കരുത്. എനിക്കൊരു അബദ്ധം പറ്റിയതാ, ക്ഷമിക്കണം. ഞാൻ ആളറിയാതെ കൺമുന്നിൽ കണവണ വർത്തനം പറയാൻ പോടാ. പോയവരെല്ലാവരും ഇറങ്ങിയോ? ഇറങ്ങിയമ്മേ. എന്റെ വർഷം പോലെ ഇറങ്ങിയോ? എന്റെ മോളെവിടെ? എവിടെ എന്റെ മോള്? എനിക്ക് എന്റെ മോളെ കാണണം. എന്റെ മോളും തിരിച്ചു വരാത്ത വീട്ടിലേക്ക് ഞാനില്ല. വർഷക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവിടെ തിരിച്ചു വരും. എന്നെ പറ്റിക്കരുത്. വിഷമിക്കാത്തമ്മ. വിക്രം ആ റിസോർട്ടിൽ തന്നെയുണ്ട്. വർഷം കൊണ്ടേ തിരിച്ചു വരൂ. അമ്മേ, വണ്ടിക്കാർക്ക് പോണം. ഇറങ്ങ്, ഇറങ്ങ്. ലഗേജ് എടുക്കണ്ടേ? അതുമായിട്ട് സാറേ, ഇതാണ് ഞാൻ പറഞ്ഞ കക്ഷി, വിനു. വിനുവിന് വേണ്ടത് പണമല്ലേ? അത് ഞാൻ തരാം. വിനു ഉദ്ദേശിക്കുന്നതിന്റെ 100 ഇരട്ടി പണം ഞാൻ തരും. പക്ഷേ വിനു ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്യണം. പറ്റുമോ? എന്ന കാര്യം പറഞ്ഞോ സാറേ. വിനുവിന് സംസാരിക്കാനേ ബുദ്ധിമുട്ടുള്ളൂ. ഉറക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കേൾക്കാൻ പറ്റും. ബാക്കിയുള്ളത് ചുണ്ടിന്റെ ചലനത്തിനൊത്ത് ആള് ഗ്രഹിച്ചെടുത്തോളും. പറയാം. വിനു വേറൊന്നും ചെയ്യണ്ട. ഒരു കാർ അപകടത്തിന്റെ കുറ്റം ഏറ്റെടുക്കണം. കൊലപാതകമാണോന്നാണ് വിനു കേട്ടത്. കൊലപാതകമൊന്നുമല്ല, ഒരു കയ്യബദ്ധം. കൈ നിറയെ പണം വരുന്ന കാര്യമാണ്. പണം. ആ മാധവൻ നായരും ചന്ദ്രികാമ്മയും പണമില്ലാതെ ആകെ തകർന്നു നിൽക്കുക. ഒന്നുമില്ലേലും നീ അവരുടെ മകനല്ലെങ്കിലും അവർ നിന്നെ സ്നേഹിച്ച് വളർത്തിയതല്ലേ?
നിന്നെ വളർത്തി വലുതാക്കിയതിന് നിനക്കവരോട് നന്ദി കാണിക്കാൻ പറ്റിയൊരു അവസരമാണിത്. നീ കുറ്റമേറ്റാൽ ആ കുടുംബം രക്ഷപ്പെടും. അതുമല്ല, ഈ കേസ് ഏറ്റെടുത്താൽ പരമാവധി ശിക്ഷ 1 വർഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ 1 വർഷം. അതോടെ എല്ലാം തീരും. ഒരാൾ അറിയാതെ മഴയത്ത് പോയപ്പോ ഒരു കാലിൽ തട്ടി, അപ്പൊ തന്നെ 2 പേര് മരിച്ചു. 1 വർഷം കിടന്നാലേ നിനക്ക് കിട്ടാൻ പോകുന്ന ലക്ഷങ്ങളാ, ലക്ഷങ്ങൾ. വേണ്ടെങ്കിൽ വിട്ടേക്ക്. ഇയാള് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സാരമില്ല, വീണു വയ്ക്കും. പാവം മാധവൻ നായർ, അയാളുടെ വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു വീട് വേണമെന്ന്. ആ ആഗ്രഹം ഇനി ഒരിക്കലും നടക്കില്ലെന്ന് മനസ്സിലാകുമ്പോ അയാള് വല്ല ഉത്തരത്തിലും കയറി തൂങ്ങി ചത്തോളൂ. ഗുഡ്, നീയാണ് മകൻ. കളഞ്ഞു കിട്ടിയ തങ്കം എന്നൊക്കെ പറയാറില്ലേ? മാധവെന്നുകാർക്ക് കളഞ്ഞു കിട്ടിയ തങ്കമാണ് നീ. അഡ്വാൻസ് വേണ്ടേ? 1ഉം 2ഉം അല്ല, 2 ലക്ഷമാണ് അഡ്വാൻസ്. ആ